വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ 99 രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ. സിൽക്ക് ഗാർഡൻ, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 232394. വടക്കാഞ്ചേരി നഗരസഭയുടെ കുമ്പളങ്ങാട് പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റിൽ ബയോ മൈനിംഗ് പദ്ധതിക്ക് തുടക്കമായി. ലോകബാങ്കിന്റെ സഹായത്തോടെ KSWMP ഫണ്ടിൽ നിന്നും 9 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. കുമ്പളങ്ങാട് 5-ാം വാർഡിൽ 1.5 ഏക്കർ സ്ഥലത്ത് നഗരസഭയുടെ ബയോ മൈനിംഗ് പദ്ധതിക്ക് തുടക്കമായി. ലോകബാങ്കിന്റെ സഹായത്തോടെ KSWMP ഫണ്ടിൽ നിന്നും 9 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. 3 മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാകും. 30 വർഷത്തോളം പഴക്കമുള്ള ഏകദേശം 20,000 ടൺ മാലിന്യമാണ് ബയോമൈനിംഗ് നടത്തുന്നത്. പദ്ധതി വഴി ആധുനിക ട്രോമൽ യന്ത്ര സംവിധാനത്തിന്റെ സഹായത്തോടെ പ്ലാസ്റ്റിക്, റബ്ബർ തുടങ്ങിയ മാലിന്യങ്ങൾ വേർതിരിച്ച് സിമന്റ് നിർമ്മാണ മേഖലയിലേക്ക് കയറ്റുമതി ചെയ്യാനാകും. പ്രതിദിനം 400 ടൺ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുവാനുള്ള ശേഷി ഈ യന്ത്ര സംവിധാനത്തിനുണ്ട്. കൂടാതെ മണ്ണ് പരിശോധിച്ച ശേഷം അനുയോജ്യമായാൽ പുനരുപയോഗിക്കുവാനും ഇതുവഴി സാധിക്കും. ബയോ മൈനിങ്ങിന്റെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. ഇവിടെ പുതിയ KSWMP പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 9 കോടി രൂപയുടെ പദ്ധതിയാണ്. ഈ മാലിന്യ യാർഡിനകത്തുള്ള ഏകദേശം 3 മീറ്റർ താഴ്ചയിലുള്ള, അത്ര താഴ്ചയിലാണ് മാലിന്യം ഉള്ളത് എന്നുള്ളതാണ് KSWMP പറഞ്ഞിട്ടുള്ളത്. ആ 3 മീറ്റർ താഴ്ചയിലുള്ള എല്ലാ മാലിന്യങ്ങളും, ഖരമാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റൊക്കെ തന്നെ ബയോ മൈനിങ്ങിൻ്റെ ഭാഗമായി കുഴിച്ചെടുത്തുകൊണ്ട് അത് ഇവിടെ നിന്ന് മാറ്റി നല്ല മണ്ണ് ഇവിടെ സംഭരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ പരിസരത്ത് മണ്ണും അതോടൊപ്പം തന്നെ ജലവും അന്തരീക്ഷമൊക്കെ തന്നെ ശുദ്ധമായി സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കൗൺസിലർമാരായ V കവിത, AD അജ്ജി, നഗരസഭാ സെക്രട്ടറി KK മനോജ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ, മുനിസിപ്പൽ എഞ്ചിനീയർ സുജിത് ഗോപിനാഥ്, KSWMP ഉദ്യോഗസ്ഥരായ അരുൺ വിൻസെന്റ്, ശ്രീകുമാർ, സുനിൽ, മിഥിൻ മാത്യു, പദ്ധതി നിർവഹണ ഏജൻസിയായ SMS ജീവനക്കാർ, നഗരസഭാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിൽ ഈ പിറകിൽ കാണുന്ന യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് മാലിന്യത്തെ വേർതിരിച്ച് കല്ല്, മണ്ണ് തുടങ്ങിയൊക്കെ തന്നെ ഇവിടെ തന്നെ നിക്ഷേപിക്കുകയും അതിലെ പ്ലാസ്റ്റിക് മറ്റെല്ലാ റിജക്ട്സും കൊടുത്തയക്കും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഈ പ്രവർത്തനം കഴിയുമ്പോൾ ഈ പ്രദേശം മാലിന്യരഹിത ഭൂമിയായിട്ട് മാറും. അതിലെ 6 സൈറ്റുകളാണ് ആദ്യം തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ സമയം. ആ 6 സൈറ്റുകളിൽ ഒരു സൈറ്റ് നമ്മുടെ വടക്കാഞ്ചേരി ഡംപ് സൈറ്റാണ് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഒരു 1.5 ഏക്കർ ഭൂമി, അതായത് നമ്മൾ റീക്ലെയിം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വേസ്റ്റ് ഡംപ് ചെയ്ത് കിടക്കുന്ന ഒന്നിനും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു 1.5 ഏക്കർ ഭൂമി, ആ 1.5 ഏക്കർ ഭൂമി നമ്മൾ റീക്ലെയിം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത്. നമ്മൾ വിചാരിക്കുന്നത് മറ്റ് മഴ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് ഈ ഭൂമി വീണ്ടെടുക്കാനുള്ള എല്ലാ പ്രവർത്തികളും ചെയ്യുന്നതാണ്. Namaskar, I am Vishal Raut from SMS Limited. We have got the contract from KSWMP to clean basically 20 sites in Kerala. Vadakancheri is one of that sites. Here basically we have got that project, and starting with this project the first line has been given to this Vadakancheri site, and we are planned to complete this site in maximum up to 3 months with the reclamation of complete waste site. We got 3 zones here that is our machine has placed with a capacity of 400 tons per day. So we are very much confident in completing the site in 3 months. VCV News, കുമ്പളങ്ങാട്.